ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ജൂൺ 11 ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. HPV ടെസ്റ്റ് കിറ്റ്. സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ നിർണയത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റ് കിറ്റുകൾ ഇന്ത്യ സാധൂകരിച്ചു. വികസിപ്പിച്ചത് ഗോവ ആസ്ഥാനമായുള്ള മോൾബിയോ ഡയഗ്നോസ്റ്റിക്സിന്റെ ട്രൂനാറ്റ് HPV HR+ഉം പൂനെ ആസ്ഥാനമായുള്ള മൈലാബ് ഡിസ്കവറിയുടെ പാത്തോ ഡിറ്റക്ട് കിറ്റുകളുമാണ്. സാധൂകരണം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അഥവാ എയിംസ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR, WHO ഏജൻസികൾ എന്നിവ ചേർന്നാണ് ഈ തദ്ദേശീയ കിറ്റുകൾ അംഗീകരിച്ചത്. 96% സെർവിക്കൽ ക്യാൻസർ കേസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന HPV വൈറസിന്റെ വകഭേദങ്ങളെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ രോഗനിർണയം നടത്താൻ പുതിയ കിറ്റുകൾ സഹായിക്കും. ഇൻസ്പേസ് LVM-3. ഇന്ത്യയുടെ ഏറ്റവും ശേഷിയുള്ള വിക്ഷേപണ വാഹനമായ LVM-3 അഥവാ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യുടെ നിർമ്മാണവും സാങ്കേതികവിദ്യയും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനായി ഇൻസ്പേസ് അഥവാ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ലക്ഷ്യം LVM-3യുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ വ്യവസായങ്ങളെ വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക. പങ്കാളിത്തം. സ്വകാര്യ കമ്പനികൾക്ക് സാങ്കേതികവിദ്യ കൈമാറി ISROയുടെ സഹായത്തോടെ റോക്കറ്റ് നിർമ്മാണം ഏറ്റെടുക്കാൻ അവസരമൊരുക്കുന്നു. LVM-3യുടെ ശേഷി. 642 ടൺ ഭാരമുള്ള ഈ റോക്കറ്റിന് 4000 കിലോഗ്രാം അധികം ഭാരം ഭൂസ്ഥിര ഭ്രമണപഥത്തിലും 1000 കിലോഗ്രാം ഭാരം ലോവർ എർത്ത് ഓർബിറ്റിലും എത്തിക്കാൻ ശേഷിയുണ്ട്. സൗദി ഇറക്കുമതി വിലക്ക് അവസാനിപ്പിച്ചു. സൗദി അറേബ്യ ലെബനനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ 5 വർഷത്തെ ഇറക്കുമതി വിലക്ക് അവസാനിപ്പിച്ചു. വിലക്ക് ഏർപ്പെടുത്തിയത് 2021 കാരണം ലെബനനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ ക്യാപ്റ്റഗോൺ എന്ന നിരോധിത മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളായിരുന്നു. വിലക്ക് നീക്കിയ തീരുമാനം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് വിലക്ക് നീക്കിയത്. ലെബനൻ സർക്കാർ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂല നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലക്ക് നീക്കിയത്. ICC റാങ്കിങ്ങിൽ ഇന്ത്യ ഫസ്റ്റ്. ഏകദിന ക്രിക്കറ്റിൽ പുതിയ വാർഷിക അപ്ഡേറ്റ് പ്രകാരം ICC റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ടീം 1-ാം സ്ഥാനത്ത് തുടരുന്നു. 2-ാം സ്ഥാനം ന്യൂസിലൻഡ്, 3-ാം സ്ഥാനം ഓസ്ട്രേലിയ, 4-ാം സ്ഥാനം സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെയാണ്. AMC ഇൻട്രൊഡ്യൂസസ് QR കോഡ്. അഹമ്മദാബാദിലെ തെരുവ് ഭക്ഷണശാലകളിലെ ശുചിത്വം ഉറപ്പാക്കാൻ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ AMC QR കോഡ് സംവിധാനം ആരംഭിച്ചു. രജിസ്ട്രേഷൻ. 8700-ലധികം തെരുവു കച്ചവടക്കാരെ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കടകളിൽ പ്രദർശിപ്പിക്കാൻ യുണീക്ക് QR കോഡ് നൽകിയിരിക്കുന്നു. QR കോഡ് സ്കാൻ ചെയ്താൽ കച്ചവടക്കാരൻ്റെ പേര്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, കടയുടെ ലൊക്കേഷൻ എന്നിവ ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് കടയുടെ ശുചിത്വം, ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, വെള്ളത്തിൻ്റെ ശുദ്ധി എന്നിവയ്ക്ക് 1 മുതൽ 5 വരെ റേറ്റിംഗ് നൽകാം. ശുചിത്വക്കുറവോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഈ QR കോഡ് വഴി തത്സമയം പരാതിപ്പെടാനും സൗകര്യമുണ്ട്. റേറ്റിംഗും ഫീഡ്ബാക്കും അടിസ്ഥാനമാക്കി AMC കടകൾ നിരീക്ഷിക്കുകയും നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. UPI NPI കോറിഡോർ. ഇന്ത്യയിലെ UPI അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസും നേപ്പാളിലെ NPI അഥവാ നാഷണൽ പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകൾ എളുപ്പമാക്കുന്ന സംവിധാനമാണ് UPI NPI കോറിഡോർ. നേപ്പാളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യയിൽ താമസിക്കുന്ന നേപ്പാൾ സ്വദേശികൾക്കും തത്സമയം ഫോൺപേ, GPay, Paytm തുടങ്ങിയ മൊബൈൽ ആപ്പുകൾ വഴി നേരിട്ട് പണം അയക്കാനും സ്വീകരിക്കാനും ഇത് സഹായിക്കുന്നു. ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് കറൻസി മാറ്റിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി നേരിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകാനും ഇതുവഴി സാധിക്കും. സഞ്ജയ് ലോഹിയ. കേന്ദ്ര സർക്കാർ 2026 ജൂൺ 11 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറിയായ സഞ്ജയ് ലോഹിയയെ RBI സെൻട്രൽ ബോർഡിലെ ഒരു ഡയറക്ടറായി നോമിനേറ്റ് ചെയ്തു. നാഗരാജു മഡിറാലയ്ക്ക് പകരമായാണ് സഞ്ജയെ നോമിനേറ്റ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.